സുൽത്താൻ ബത്തേരിയിൽ ഐസി ബാലകൃഷ്ണന്റെ പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി വരുന്നതിൽ പ്രതിഷേധവുമായി NM വിജയന്റെ കുടുംബം ഉപവാസ സമരം നടത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ കെട്ടിയ പന്തൽ പോലീസ് അഴിപ്പിച്ചു. ഇവിടെ പൊതുപരിപാടി നടത്തുന്നതിന് ഹൈക്കോടതി വിലക്കുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സമരം സ്വതന്ത്ര മൈതാനിയിലേക്ക് മാറ്റി ഐസി ബാലകൃഷ്ണനെ മാറ്റി നിർത്തുമെന്ന് പ്രിയങ്ക ഉറപ്പ് നൽകിയിരുന്നുവെന്നും ഇപ്പോൾ അത് ലംഘിച്ചുവെന്നും NM വിജയന്റെ കുടുംബം ആരോപിക്കുന്നു. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ഫൈസൽ, എന്താണ് NM വിജയന്റെ കുടുംബത്തിന്റെ ആരോപണം? NM വിജയന്റെ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് വന്നിരുന്നു. അതിൽ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ പ്രതിയാണ്. അപ്പോൾ IC ബാലകൃഷ്ണനെ മാറ്റി നിർത്തണമെന്നതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ ഒക്കെ കണ്ടതുമാണ്. അപ്പോൾ ആ പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണനെ കുറ്റക്കാരെ മാറ്റി നിർത്തുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു ഉറപ്പ് തങ്ങൾക്ക് ലഭിച്ചതാണ്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അതിനാണ് ഇന്ന് ഉപവാസ സമരവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു ആരോപണം? എന്താ നിങ്ങളിപ്പോ ഈ ഒരു ഉപവാസ സമരവുമായി വരാനുള്ള കാരണം എന്താ? ഈ IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് ഞങ്ങൾക്ക് പാർട്ടി തന്ന ഉറപ്പായിരുന്നു. അതേ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതേ ആൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു നേതാവ് വോട്ട് അഭ്യർത്ഥിച്ച് വരിക എന്ന് പറയുമ്പം ഞങ്ങൾക്കൊട്ടും ഞങ്ങളോടുള്ള നീതി നിഷേധിക്കുകയല്ലേ ചെയ്തേ. കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ IC ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രവർത്തകരായിരുന്നു ഞങ്ങളുടെ അച്ഛനും. അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു നേതാവിനാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം തന്നെയാണ് നഷ്ടപ്പെട്ടത്. എല്ലാം നഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം കോൺഗ്രസ്സുകാർ ഞങ്ങളെ വലിയ ശത്രുക്കളാക്കി. നിങ്ങൾ തന്നെ കണ്ടിട്ടപ്പോൾ മുന്നിൽ കൂടെ കൂവി വിളിച്ച് പോയത്. ഇതൊക്കെ കഷ്ടമാണ്. ഓരോ നല്ലവരായ കോൺഗ്രസ്സുകാരും ഇത് ചിന്തിക്കണം. ഈ ഒരു അവസ്ഥ ഇനി ഒരു കുടുംബത്തിനും വരരുത്. ഇങ്ങനെ വന്നിരിക്കാൻ ഒരവസ്ഥ ഒരു പ്രവർത്തകരെ മക്കൾക്കും വരരുത്. IC ബാലകൃഷ്ണന് പ്രിയങ്ക ഗാന്ധി വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നതിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധമായി രംഗത്തുന്നത്. NM വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ പാർട്ടിയാണ് അദ്ദേഹത്തെ കൊന്നത്. അദ്ദേഹത്തിന് ആത്മാവിനെങ്കിലും ശാന്തി കിട്ടാൻ ഞങ്ങൾക്ക് ആരോടും പരാതി ഒന്നുമില്ല. പണ്ട് മുതലേ ഈ പാർട്ടി ഞങ്ങൾ അവഗണിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ അച്ഛനോടുള്ളൊരു നീതി. അപ്പോൾ ഇനിയിപ്പോൾ പാർട്ടി IC ഇപ്പോൾ നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. IC മാറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തുടർ നടപടി? എങ്ങനെയായിരിക്കും? IC മാറ്റൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആരോടും ഒരു വാശി കാണിക്കാനോ ഒന്നുമല്ല. IC അവർ മാറ്റുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ അച്ഛനോട് ഒരു മക്കളെന്നുള്ളത് ഞങ്ങൾക്കൊരു കടമയുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു. ഈ മനുഷ്യൻ ഇവിടെ ജീവിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി മരിച്ച ആളാണ്. ഈ പറയുന്ന പ്രവർത്തകരെല്ലാം ഇതൊന്ന് ഒറ്റ വട്ടമെങ്കിലും ഓർക്കണം. നല്ലവനായ ഒരു മനുഷ്യനായിരുന്നില്ല. 50 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആളല്ലേ. വേറെ ആര് വേണമെങ്കിലും ഈ പാർട്ടി MLA സ്ഥാനത്തേക്ക് നിയമിച്ചോട്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ അതേ ആളെ ഇത്രയും കുറ്റം ആരോപിക്കപ്പെട്ടിട്ട് ഇത്രയും തെളിവ് ഒരാൾക്കെതിരെ ഉണ്ടായിട്ട് അതേ ആളെ തന്നെ എന്തിനിവരെ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും അതുതന്നെയാണ് കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം കുറ്റം ആരോപിക്കപ്പെട്ട IC ബാലകൃഷ്ണൻ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു. ICയെ തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതിഷേധം. നേരത്തെ നമ്മൾ ICയോട് ഈ കാര്യം സൂചിപ്പിച്ചതാണ്. അപ്പോൾ IC ബാലകൃഷ്ണൻ നമ്മോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. വ്യക്തിഹത്യ ചെയ്യാൻ ആരെയും വ്യക്തിഹത്യയിലേക്കൊന്നും താൻ കടക്കുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ UDFിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം നേരത്തെയൊക്കെ ഈ ഒരു വിഷയത്തിൽ KPCC ഈ ഒരു വിഷയം ഇടപെട്ടതാണ്. NM വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആധാരം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാങ്കിൽ പൈസ അടക്കുകയും ആ ആധാരം തിരിച്ചു കൊടുക്കുന്നത് അടക്കമുള്ള കടകളിലേക്കൊക്കെ തന്നെ നേരത്തെ കടന്നതാണ്. എന്നാൽ ICയെ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. ആ ആവശ്യം പരിഗണിക്കാത്തതിനെതിരെയാണ് ഇപ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്ന ഈ ഒരു ദിവസം ഇപ്പോൾ ബത്തേരിയിൽ ഈ ഒരു സമരവുമായി കുടുംബം മുന്നോട്ട് പോകുന്നത്. ജെയിംസ്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരം നൽകിയത്. NM വിജയന്റെ കുടുംബം പ്രിയങ്ക ഗാന്ധിയുടെ വരവിൽ പ്രതിഷേധിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിനെതിരെയാണ് പ്രതിഷേധം.